ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല ഈസി ആയിട്ടുള്ളൊരു സോസി ചിക്കൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു കറി നമ്മൾ കുക്കറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക. പാനിലാവുമ്പോൾ നമ്മൾ ചിക്കൻ കുക്കാവാനുള്ളൊരു ടൈം വേണ്ടി വരും. കുക്കറിലാവുമ്പോൾ നമ്മൾ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുത്തിയാൽ മതിയാവും. കാരണം ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കറി റെഡിയായി. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പാനിലാവുമ്പോൾ നമുക്ക് ഈ ചിക്കൻ വേവാനുള്ളൊരു ടൈം എടുക്കുന്നേ ഉള്ളൂ. പാനൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്, അപ്പോൾ ഈ കറിയുടെ ടേസ്റ്റ് തന്നെ മാറും. ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് വാടി നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട്. സവാള ഒക്കെ ഇപ്പം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർക്കാം. ഒരു 3 പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇനി 2 മീഡിയം സൈസുള്ള തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടണം. ഇനി നമുക്കിതിലോട്ട് പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പൊടികൾ ആഡ് ചെയ്യുമ്പോൾ ഫ്ലെയിം ലോ ആക്കിയിട്ട് ഇടുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിയും. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ അളവിൽ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഇതൊരു നല്ല കളർ കിട്ടാനായിട്ടാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഈ പൊടികളുടെ എല്ലാം ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ടൊമാറ്റോ സോസ് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഗ്രേവി ആയതിന് ശേഷം ഫ്ലേവർ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ക്യാപ്സിക്കം അരിഞ്ഞത് ചേർക്കാം. വലിയ ക്യാപ്സിക്കം ആണെന്നുണ്ടെങ്കിൽ ഒരു പകുതി മതിയാവും, ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാപ്സിക്കം തന്നെ ചേർക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ചേർക്കാം. ഈ ഒരു സമയത്ത് ഇതിൽ ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ടൊമാറ്റോ സോസിൻ്റെ ഫ്ലേവർ കുറച്ച് കുറവായി തോന്നിയുണ്ട്, ഞാനൊരു 1/4 കപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ആദ്യം നമ്മളൊരു 1/4 കപ്പ് ചേർത്തിരുന്നു, അങ്ങനെ ഇപ്പോൾ 1 കപ്പ് ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. ഈ ഒരു ടൊമാറ്റോ സോസിൻ്റെ ഫ്ലേവറാണ് ഈ ഒരു കറിയിൽ കൂടുതലായിട്ട് വരുന്നത്. നമ്മൾ വേറെ സോസുകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള പീസസ് ആയിട്ടാണ് ഇതിൽ ചേർക്കുന്നത്. ഇനി ചിക്കൻ ഈ ഗ്രേവിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യത്തെ ഗ്രേവിയിൽ തന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതിരിക്കാനായിട്ട്. ഇനി ചിക്കൻ്റെ വേവ് നോക്കിയിട്ട് കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോസി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ്. ഇത് നമുക്ക് പൂരി, ചപ്പാത്തി, അപ്പം അതുപോലെ പുട്ടിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഒപ്പം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അത് ഓൾ എന്ന ഓപ്ഷൻ നോട്ടിഫിക്കേഷനായിട്ട് എനേബിൾ ചെയ്യാം. വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു.